ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞായറാഴ്ച ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയ കുറച്ച് വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ആനേനെയൊക്കെ അവിടെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, തളച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ആ കെട്ടിയിടാന്നല്ലല്ലോ ആനേനെ പറയുക, ആനേനെ അവിടെ തളച്ചിട്ടിട്ടുണ്ട്. കുറേ ആനകളാണെങ്കിൽ അവർക്കുള്ള തീറ്റയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ തൊഴാൻ വേണ്ടി പറ്റില്ല, തൊഴാനായിട്ടാണെങ്കിൽ ഇനിയും സമയമുണ്ട്. ഞങ്ങൾ ചുമ്മാ ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അമ്പലത്തിന് ചുറ്റും നടന്നപ്പോൾ ഇതാ അമ്പലക്കുളത്തിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ തൃപ്രയാറ് പോലെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്ന മീനുകൾക്ക് മീനുകളെ അങ്ങനെ കാണാനോ അവർക്ക് മീനൂട്ടാനോ ഒന്നും ഇപ്പോൾ ഇല്ല. ഇനി അത് ഏത് സമയത്താണ് മീനൂട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. തൃപ്രയാറ് ഞങ്ങൾ മീനൂട്ടൊക്കെ നടത്താറുണ്ട്, ഇവിടെ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആനേനെയൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ അങ്ങോട്ട് നീങ്ങി നിന്ന് ആനയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ അപ്പുറം ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് ഇങ്ങനെ നിറയെ വാണിഭക്കാരും അതുപോലെ എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കണ ഓരോരോ സാധനങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 2 പില്ലോ കവർ വാങ്ങിയിട്ടാ. 4 പില്ലോ കവർ 100 രൂപ, കോട്ടൻ്റെയാണ് കേട്ടോ. അങ്ങനെ അത് വാങ്ങി. അതിനുശേഷം കുട്ടികൾക്ക് എന്താ പറയുക, ബജ്ജിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ബജ്ജിയൊക്കെ വാങ്ങിച്ചു. ബജ്ജി ആണെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് അത്ര ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ബജ്ജിയൊക്കെ കഴിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. അപ്പം ആളുകൾ വാങ്ങി കഴിച്ചാലല്ല അത് തീരണതിനനുസരിച്ച് ഉണ്ടാക്കിയിടുള്ളൂ. അതിനുശേഷം എൻ്റെ കണ്ണ് പോയത് ഇവിടേക്കാണ്. ചെറിയൊരു നഴ്സറി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ നല്ല ഭംഗിയുള്ള ജമന്തികളും റോസുകളും കണ്ടു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു കുഞ്ഞി തൈകളിൽ ഇത് അവിടെ വെച്ചിരിക്കുന്ന 4 കളറാണ്. ആ 4 കളർ 100 രൂപ എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ചെറിയ കവറിലെ റോസാ ചെടിക്ക് 3 എണ്ണം 100 രൂപ എന്ന് പറഞ്ഞു. എന്തായാലും ലാഭമാണോ നഷ്ടമാണോ നോക്കിയില്ല, ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവത്തിലേക്കാണ് വന്നത്. വഞ്ചി പോലെയുള്ള ഈ ഒരു ഇതിലേക്ക് കയറിയിട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഞാൻ കയറില്ല കേട്ടോ. രണ്ടാമത് ഈ ജെയിൻ വീലിൽ കയറാൻ പറഞ്ഞു, ഞാൻ കയറിയില്ല. കാരണം ആദ്യത്തേൽ കയറിയപ്പോൾ തന്നെ എൻ്റെ മതിയും കൊതിയും ഒക്കെ കേട്ടു. അത്ര പേടിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് അറ്റാക്ക് വരുമെന്ന്. കൂടെയുള്ളവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു, പക്ഷേ എനിക്കെന്തോ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര പേടിയായിപ്പോയി. കണ്ണ് തുറന്നിട്ട് വേണ്ടി ആസ്വദിക്കാൻ. അങ്ങനെ അതിലുള്ള എന്താ പറയുക, കളികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ആ ഒരു ചട്ടിയൊക്കെ വിൽക്കാൻ വെച്ചേക്കണോടത്തുനിന്ന് ഒരു മൺകൂജയും കൂടി ഞാൻ വാങ്ങിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് രാത്രി തന്നെ ഞാൻ ഈ ജമന്തി തൈകൾ നട്ടുവെച്ചു. കാരണം കുഞ്ഞന്മാരല്ലേ, അപ്പോൾ രാത്രി തന്നെ ഞാനിത് നട്ടുവെച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇവരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ റോസാ ചെടികളെ നടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. കരിയിലാണെങ്കിൽ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചത് ഇതുവരെ പൊടിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മഴയാണ്. അപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോണിയുടെ ചോടിലേക്ക് നെയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു. അത് കാരണമാണെന്ന് തോന്നുന്നു ഒട്ടും തന്നെ പൊടിച്ചിലുണ്ടായിട്ടില്ല. അപ്പോൾ റോസയ്ക്ക് കരിയിലിടരുതെന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് മണ്ണെടുക്കാൻ യാതൊരു നിവൃത്തിയില്ല കേട്ടോ. ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ നോക്കിയേ. കനാലിൽ എല്ലാ ആഴ്ചയിലും വെള്ളം വിട്ടിട്ട് കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളമാണ് വരുന്നത്. അപ്പോൾ ഞാൻ കരിയില പകുതിയോളം ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം, അപ്പോൾ നമുക്ക് വളരെ കുറച്ച് പോട്ടിംഗ് മിക്സ് മതിയാവുമല്ലോ. പോട്ടിംഗ് മിക്സ് ആണ് ഞാൻ എപ്പോഴും ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടി, ഇതാണ് എൻ്റെ പോട്ടിംഗ് മിക്സ്. അപ്പോൾ ഞാൻ കരിയില പകുതിയോളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കുറച്ച് മണ്ണ് മതിയാവുമല്ലോ. ആ ഒരു ലാഭം നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കരിയില പകുതി നിറച്ചു. അതിൻ്റെ കൂടെ നമ്മുടെ പോട്ടിംഗ് മിക്സും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ റോസാ ചെടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുന്നേ വെച്ച 3-4 റോസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഞാൻ വെച്ചത്. പക്ഷേ അതിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ കാര്യമായിട്ട് അതിനകത്ത് ലീഫുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കമ്പിൽ 2-3 ലീഫും ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അതിനെ പ്രൂൺ ചെയ്ത് 2 ചെടി വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അതിനെ ഫുള്ളായിട്ട് പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ഞാനത് വെച്ച് കൊടുത്തത് കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ പ്രൂൺ ചെയ്യണില്ല, അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ഫ്ലവർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വിരിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനത്
വിരിയോന്ന് നോക്കും. അത് കഴിഞ്ഞ് 2 ദിവസം ഇങ്ങനെ തന്നെ കാണാനായിട്ട് ഒരാഗ്രഹം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനത് കട്ട് ചെയ്ത് കളയണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് കരിയില നിറച്ചു. അതിന് ശേഷം പൊട്ടി മിക്സ് നിറച്ചു. അപ്പോൾ നോക്കിയപ്പോൾ കത്രിക കാണാനില്ല. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ച് പൊട്ടിച്ചൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് ഇളക്കം സംഭവിക്കുമല്ലോ. അപ്പോൾ ഞാൻ പോയി കത്രിക എടുത്തുകൊണ്ട് വന്നിട്ട് കവറിൻ്റെ ഒരു സൈഡ് പതുക്കെ ഒന്ന് കീറിയതിന് ശേഷം അതങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പം ആ ചട്ടിയിൽ കാണുന്ന പുല്ലൊന്ന് പറിച്ച് കളയാനായിട്ട്. എനിക്കാണെങ്കിൽ മുറ്റൊക്കെ കണ്ടിട്ട് ആകെ എന്താ പറയുക, ദേഷ്യമല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. ഓരോ കൊല്ലം വിചാരിക്കും അടുത്ത കൊല്ലം നമ്മുടെ മുറ്റൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന്. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കുറച്ച് മണ്ണൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ബാക്ക് വശത്താണ് കൂടുതലും താഴ്ന്നു കിടക്കുന്നത്, അപ്പോൾ മണ്ണ് അവിടേക്ക് ഇടാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേട്ടനെ കിടന്ന് ചീത്ത പറഞ്ഞിട്ട് കേട്ടോ, ബാക്ക് ആര് കാണാനാ, ഫ്രണ്ടല്ലേ ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഫ്രണ്ടിലല്ലേ നല്ല രീതിയിൽ കിടക്കണ്ടേ, ഫ്രണ്ടിൽ ഇടേണ്ടതായിരുന്നു മണ്ണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ബാക്ക് ഒരുപാട് ഇങ്ങനെ ഇടിഞ്ഞ പോലെ എന്താ പറയുക, വീടാകെ മണ്ണിങ്ങനെ ഒലിച്ചു പോയിട്ട് സൈഡ് ചരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചും കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഈ കൊല്ലം നടക്കില്ല, ഇനി അടുത്ത വേനൽക്കാലത്താണ് മണ്ണടിക്കലൊക്കെ നടക്കുള്ളൂ. മുറ്റം എന്തായാലും അതൊക്കെ നമുക്ക് ശരിയാക്കും. ഓരോരോ കാര്യങ്ങൾ ഒറ്റയടിക്കൊന്നും എല്ലാം ചെയ്യാനുള്ളൊരു അവസ്ഥയിലൊന്നും അല്ല നമ്മൾ. പതുക്കെ നമുക്കെല്ലാം ശരിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ മഴ പെയ്യലും ഒപ്പം തന്നെ കനാലിലെ വെള്ളം കൂടി വിടുമ്പോഴാണ് കേട്ടോ ഇത്രയേറെ പ്രശ്നം. അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇത്ര വൃത്തികേടായിട്ട് കിടക്കാറില്ല, നല്ലപോലെ ഉണങ്ങിയൊക്കെ കിടക്കാറ്. ഇതിപ്പോൾ ഞാൻ എന്നും പുല്ല് പറിക്കും, കനാലിൽ വെള്ളം വിടും, പൂർവാധികം ശക്തിയോടെ. എന്നോടുള്ള വാശിക്ക് എന്ന പോലെയാണ് പുല്ല് വീണ്ടും വീണ്ടും എന്താ പറയുക വളർന്നുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഈ ചെടികളൊക്കെ അതിൻ്റെ മണ്ണ് കുറച്ച് ചെളിമണ്ണാണ്, നമുക്ക് അറിയാമല്ലോ, നമുക്ക് കിട്ടുന്ന മണ്ണ് ചെളിമണ്ണാണ് കിട്ടുക, ഒരു തരം കൽപ്പൊടി മണ്ണ്. അപ്പോൾ അതിന് ഞാൻ മാറ്റി പതുക്കെ വേറൊന്നും ഇളക്കം തട്ടാണ്ടൊക്കെ പതുക്കെ അതിനങ്ങോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പോട്ടി മിക്സ് നല്ല പോട്ടി മിക്സ് തന്നെ കേട്ടോ. എൻ്റെ എല്ലാ ചെടികൾക്കും കൊടുക്കണ പോട്ടി മിക്സ് ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ അഗ്ലോണിമി ചെടിക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം മുന്നേ നട്ട റോസാ ചെടികളും അതുപോലെ തന്നെ യാതൊരു കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെടികളുടെ ഈ വാങ്ങിച്ച റോസുകളുടെ കളറൊക്കെ ഏകദേശം ഒരേപോലെയാണെങ്കിലും അതിൻ്റെ ലീഫിൻ്റെ പാറ്റേണിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേത് എനിക്ക് തോന്നുന്നു വള്ളി പോലെ പടർന്ന് വീണൊക്കെ കിടക്കുന്നുണ്ട്, അതിനൊക്കെ ഏറ്റവും കുത്തി കൊടുക്കണമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ റോസിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിവൊന്നുമില്ല. എന്തായാലും അതിൽ ഫ്ലവർ ഉണ്ടായപ്പോൾ കനം കൂടിയിട്ട് അതിങ്ങനെ താഴേക്ക് കിടക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ലീഫുകൾ കുഞ്ഞു കുഞ്ഞു കരികുരുന്നനുള്ള ലീഫുകളാണ്. ഇതിൻ്റെ ലീഫാണെങ്കിൽ കുറ്റിച്ചെടി പോലത്തെ ഇത്തിരി കൂടി കരുത്തുള്ള ലീഫുകളും പൂവുകൾക്കും വ്യത്യാസമുണ്ട്. കളറ് മാത്രമാണ് ഏകദേശം ഒരേപോലെ. പിന്നെ അന്ന് വാങ്ങിച്ചതിൽ ഇല്ലാത്തൊരു കളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് കളർ മാത്രമാണ് ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ പോട്ടി മിക്സ് പോരാൻ തോന്നി. അപ്പം മുകളിലായിട്ട് കുറച്ചും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക കലാപരിപാടി എനിക്ക് എല്ലാ കൊല്ലം വേനൽക്കാലം എന്ന് പറയാൻ പറ്റില്ല, വർഷക്കാലമായി ഈ ഒരു സമയത്ത് എല്ലാ കൊല്ലം ഉള്ളതാണ് കേട്ടോ. പൂക്കളൊക്കെ ഇങ്ങനെ ഓരോ വീടുകളിലായാലും വീഡിയോകളിലായാലും ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ എനിക്കും ആഗ്രഹം തോന്നും. ഫ്ലവറിങ് പ്ലാന്റ്സ് ഞാൻ എല്ലാ കൊല്ലം വെക്കും. വർഷക്കാലം ആകുമ്പോഴേക്കും നമുക്ക് മുറ്റത്ത് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി കൊണ്ടും എല്ലാ ചെടീനെയും കൂടി പരിപാലിച്ച് കൊണ്ടുപോകാനുള്ള സമയമില്ലാത്തത് കൊണ്ടും നശിച്ചു പോകും. പിന്നെ വീണ്ടും പിറ്റത്തെ കൊല്ലം വീണ്ടും വാങ്ങിക്കും. ഇതൊക്കെ തന്നെ എല്ലാ കൊല്ലം നടക്കുന്ന കലാപരിപാടികൾ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും നല്ലപോലെ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചെളിമണ്ണ് നമ്മുടെ കവറിൽ നിന്ന് പൊടിച്ച് ചെളിമണ്ണ് കളയുന്നില്ല, അത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് നല്ല ക്ഷാമമുണ്ട്. കുറേ കാണുമ്പോൾ കുറേ പറമ്പും മുറ്റമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് മണ്ണൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം മഴക്കാലമായി പിന്നെ ഒരു ചെടി പോലും നടാൻ ഒരു രക്ഷയില്ല. പിന്നെ നടണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെയൊക്കെ മണ്ണൊക്കെ എടുത്ത് മാറ്റി മഴ കൊള്ളാത്ത ഭാഗത്തേക്കൊക്കെ എടുത്ത് വെക്കണം. എന്നിട്ട് അങ്ങനെ ചെയ്താലേ വർഷക്കാലത്ത് വല്ല ചെടികളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മുറ്റത്തുനിന്ന് മണ്ണെടുക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല കേട്ടോ. അതിനുശേഷം ഞാൻ നല്ലപോലെ ചെടികളൊക്കെ നനച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ കളറ്, ഈ വീഡിയോയിൽ അത്ര കളർ അറിയാൻ പറ്റണില്ല കേട്ടോ, അതിൻ്റെ ശരിയായ കളർ അറിയാൻ പറ്റുന്നില്ല. ഒരു ഓറഞ്ച് കളറും യെല്ലോ കളറും പിന്നെ ഒരു റെഡ് കളറും കണ്ടില്ലേ. ഈ ഒരു കളറൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ലീഫും നേരത്തെ കാണിച്ചതിൻ്റെ ലീഫും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ മുന്നത്തെ പൊട്ടി മിക്സിൽ നട്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഞാൻ അതേ രീതിയിൽ തന്നെ നടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്, ചെറിയ ചെറിയ ലീഫുകളാണ്. അതുപോലെ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചാഞ്ഞും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നിപ്പോൾ ചെയ്യാൻ എൻ്റെ ഗാർഡൻ ജോലികൾ.
അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, കനാലിലെ വെള്ളം വന്നപ്പോൾ ആ ചോർച്ചയുള്ള ടാങ്കൊക്കെ നിറഞ്ഞു. ഇതേ വെള്ളം മുറ്റത്താണെങ്കിൽ നിറയെ നനവാണ്. അതുകൊണ്ട് മുറ്റടിക്കാനായിട്ട് നിവൃത്തിയില്ല കേട്ടോ, നിറയെ പുളിയിലകൾ വീണ് കിടക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. കമൻസുകളൊക്കെ നിങ്ങളെ അറിയിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസുകളായിട്ട് അറിയിക്കണം. ചെടിയിലാണെങ്കിൽ നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണേ.